இல்ல மம்மி, இப்ப கை. ரெடிமா, ஒரு போஸ் கூட. எப்படி? ரெடிமா, இன்னொரு போஸ் கொடுங்க. அப்படி இல்ல, கொஞ்சம் டேர்ன் பண்ணி. ரெடி? Good evening, sir. Good evening, Mr. Sunny. Good evening, good evening. What's going on? ഒരു സോപ്പ് കമ്പനിക്കാരുടെ പരിചയത്തിന് കുറച്ച് സ്നാപ്സ് എടുക്കുക. ഇത് കഴിഞ്ഞ് ബ്രേസർ കമ്പനിക്ക് വേണ്ടി കുറച്ച് സ്റ്റിൽ എടുക്കണം. அது கூட வச்சானோ? ഏയ്, അത് മാത്രമല്ല വെച്ചാ. Okay, carry on. சரி, மடிக்கலாமா? கொஞ்சம் டேர்ன் பண்ணி. அப்படி இல்ல, கொஞ்சம் കൂടി. സാർ, ഞാൻ അങ്ങയുടെ ജൂനിയർ അഡ്വക്കേറ്റ് ആണ്. അതുകൊണ്ട് പറയുന്നതിൽ രജനിയുടെ കാര്യമായിരിക്കും. അതെ സാർ. താഴത്തെ നില ഒരു മോഡൽ ഗേളിനും അമ്മയ്ക്കും കൂടി താമസിക്കാൻ കൊടുത്തത് ഒട്ടും ശരിയായില്ല സാർ. മിസ്റ്റർ രാമകൃഷ്ണൻ, അവർക്ക് മറ്റാരുമില്ല. എന്നോടൊരു സഹായം അപേക്ഷിച്ച് വന്നപ്പോൾ എനിക്ക് അവരോട് സിമ്പതി തോന്നി. മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന ആക്ടേഴ്സിനോടും സാർ ഇതേ സിമ്പതി തന്നെ കാണിച്ചു. ഒടുവിൽ അവൾ നല്ലൊരു തുകയെ അടിച്ചോണ്ട് പോയി. To err is human, മിസ്റ്റർ രാമകൃഷ്ണൻ. But you are a family man. മിസ്റ്റർ രാമകൃഷ്ണൻ, എന്റെ കുടുംബജീവിതത്തിലെ താളപ്പിഴകളെ പറ്റി നിങ്ങൾക്കൊന്നും അറിയില്ല. അതെന്താ സാർ? എന്റെ ആദ്യ ഭാര്യ മരിക്കുമ്പോൾ മോന് 3 വയസ്സായിരുന്നു. മറ്റൊരു വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ മോനെ വളർത്താൻ ഒരാളിന്റെ സഹായം എനിക്ക് വേണ്ടി വന്നു. അതിനുവേണ്ടിയാണ് അല്പം സൗന്ദര്യം കുറവായിരുന്നെങ്കിലും ആലീസിനെ ഞാൻ വിവാഹം ചെയ്തത്. പക്ഷേ എന്റെ കണക്കൂട്ടലെല്ലാം തെറ്റിപ്പോയി. അവൾക്ക് എന്റെ മോനെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. ആദ്യ രാത്രിയിൽ തന്നെ എനിക്കത് അനുഭവപ്പെട്ടു. ഒരു മകൾ കൂടി ജനിച്ചു കഴിഞ്ഞപ്പോൾ മൈ സൺ വാസ് ടോട്ടലി ഇഗ്നോർഡ്. ഐ കാൻറ്റ് ബിലീവ് ഇറ്റ് സർ. അവൾക്ക് ജെയിംസ് കുട്ടിയെ സ്നേഹിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവനും എന്നെപ്പോലെ ഒരു വലിയ വക്കീലാകുമായിരുന്നു. പക്ഷേ സ്നേഹം നഷ്ടപ്പെട്ട അവൻ വൈദിക വൃത്തി തിരഞ്ഞെടുത്തു. ഞാൻ പുറത്ത് കാണിക്കാറില്ലെങ്കിലും now I hate my wife. She is an allergy for me. ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ ഐ എം ഓൾസോ എ ഹ്യൂമൻ ബീയിങ്. എന്റെ ഭാര്യയിൽ നിന്നും എനിക്ക് കിട്ടേണ്ട സുഖം ഞാനിവിടെ വില കൊടുത്ത് വാങ്ങുന്നു. That's all. ഇന്ന് ശനിയാഴ്ചയല്ലേ? സാറ് വീട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാണ്. But I cancelled it. അതെന്താ സാർ? രജനി രാത്രി ഡിന്നറിന് ക്ഷണിച്ചിട്ടുണ്ട്. I don't want to disappoint her. അപ്പോ ഞാൻ ഇറങ്ങുന്നു സാർ. ഓക്കെ. മിനി, നീ ഇതുവരെ എണീറ്റില്ലേ? ഐ എം വെരി ടയർഡ് ഷേർലി. വീട്ടിൽ പോയി 2 ദിവസം നിന്നതിനിടെ ഇത്ര ക്ഷീണം വരെ എന്തുണ്ടായി? നിന്റെ അപ്പുവേട്ടനെ കണ്ടോ? അപ്പുവേട്ടൻ ഇന്നലെ അമേരിക്കയിലേക്ക് പോയി. പോകുന്നതിന് മുൻപ് പഴയ പോലെ കവിത വല്ലതും വായിച്ചു കേൾപ്പിച്ചോ? അല്ലെന്നാരെങ്കിലും പറഞ്ഞോ? എടി പെണ്ണെ, ഈ പുരുഷവർഗത്തെ വിശ്വസിക്കരുത്. They have got only one name. Enjoy sex. അപ്പോട്ടിന് അത്രക്കാരനല്ല. അമേരിക്കയിൽ നിന്ന് വന്നാൽ ഉടനെ ഞങ്ങളുടെ കല്യാണം നടക്കും. കൺഗ്രാറ്റുലേഷൻസ് ഇൻ അഡ്വാൻസ്. ഏതായാലും നീ എഴുന്നേക്ക്. ഇന്ന് ശനിയാഴ്ചയാ, നമുക്ക് കടലിൽ കുളിക്കാൻ പോവാം. ഞാൻ വരുന്നില്ല. അതെന്താ? പൂവാളന്മാരുടെ കമന്റ് കേൾക്കാനേ എനിക്ക് വയ്യ. എടി, കടപ്പുറത്ത് കഴിഞ്ഞ ആഴ്ച അവർ ഒന്ന് ശല്യം ഉണ്ടാക്കി. അതോർത്താണോ നീ പറയുന്നത്? ഇനി ഒരു പ്രാവശ്യം ഉണ്ടായാൽ എന്ത് നടക്കുമെന്ന് നീ കണ്ടോ? കമോൺ, എനിക്ക് എന്തായാലും ഞാൻ ഇന്ന് നിന്റെ കൂടെ ഇല്ല. നീ വരുന്നില്ലെങ്കിൽ വേണ്ട. ദാറ്റ്സ് ഓൾ. ഞാൻ പൊയ്ക്കോളാം. കൊച്ചമ്മ ഇന്ന് ആളാകെ മാറിയിരിക്കുന്നല്ലോ. ഓ, കുറച്ചു ദിവസം കൂടി വക്കീൽ സാറ് വരികയല്ലേ? മറിയേ, നിന്റെ പണി കഴിഞ്ഞില്ലേ? സ്ഥലം വിട്, ഞാൻ പോയേക്കാവേ. ഒരു കാര്യം തീർച്ചയാ, 10 ദിവസം വേണേലും പട്ടിണി കിടക്കാം. എന്നാലും കെട്ടിയോന്റെ നെഞ്ചിൽ ചൂട് തട്ടാതെ ഒരു ദിവസം പോലും കിടന്നുറങ്ങാൻ എനിക്ക് പറ്റത്തില്ല. നീ ഒന്ന് പോകുന്നുണ്ടോ? ഞാനിവിടെ നിന്നിട്ട് എന്നാ ചെയ്യാനാ? എന്റെ ആള് വീട്ടിൽ കാണും, ഞാൻ പോടും. ഹലോ, അദ്ദേഹം വൈകിട്ടത്തെ ഫ്ലൈറ്റിന് വരും. അടിച്ച് നിന്റെ പല്ല് ഞാൻ കളയും ബഹളുണ്ടാക്കിയ. ഇന്ന് എന്താ നേരത്തെ എഴുന്നേണ്ടത്? എടേ, പണ്ട് കാലം മുതലേ വിത്തുകാളയെ കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബമായത്. അതുകൊണ്ടാണ് ഈ വീടിന് കാളപ്പറമ്പിൽ നിന്നുള്ള പേര് കിട്ടിയത്. എന്റെ അപ്പന്റെ പേര് കാളവറിയിരുന്നായിരുന്നു. ഞാൻ ഈ തൊഴിൽ ഏറ്റെടുത്തപ്പോ മത്തായി കാളമത്തായി ആയി. നീ ആരാ? കാളമത്തായിയുടെ ഭാര്യ കൊച്ചുമറിയ. അതിരിക്കട്ടെ, ഇന്ന് എത്ര വീട്ടിൽ ജോലി നടന്നു? ഒറ്റ സ്ഥലത്തെ നീലാണ്ടന് പണി ഉണ്ടായിരുന്നുള്ളൂ മോളെ. ഒറ്റ സ്ഥലത്തോ? എന്താ വിശ്വാസായില്ലേ? നിങ്ങൾ പറയുന്ന വിശ്വസിക്കല്ലാതെ ഇതിന്റെ കണക്കെടുക്കാൻ നോക്കൂ. എന്നാ ശരി, വേണ്ട. കുറച്ച് നാളെ കാശ് എവിടെ? കാശ് നിനക്ക് ഞാൻ തന്നില്ലേ? എവിടെ തന്നു?
ഇല്ലല്ലേ എന്താണോ മറിവേടി മറിവിതേണ്ട എന്നാ പിടിച്ചോ വേണ്ട. ഇത് 40 ഉള്ളൂ. ആ 10 രൂപ അവര് പിടിച്ചു വെച്ചിരിക്ക, ചെന പിടിച്ചാലേ തരുള്ളൂന്ന്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? അതൊക്കെ പറയാൻ നീലാണ്ടം കേൾക്കും, അത് മതി അവന് നാണക്കേടിന്. ഇനി വേറെ വല്ലയിടത്ത് നിങ്ങൾ കാശ് വെച്ചിട്ടുണ്ടോ? ഇല്ലടി ഒന്നുമില്ല, ഇല്ലാതൊന്നുമില്ല. ഇതെന്താ? അത് ബീഡിന്റെ പിട്ടിയും. ഇങ്ങെടുക്ക്. വലിക്കോ? എടുക്കാൻ. ബീഡി വലിക്കോ? ഇങ്ങോട്ട് എടുക്കാൻ. എന്താ ഇങ്ങനെ ചെയ്യണ നീ? ഇതെന്താ? നിങ്ങക്ക് നാണമില്ലേ? കല്ലുടിക്കാൻ ഞാൻ കാശ് തരുന്നില്ലേ? സത്യം എന്താണെന്ന് നിനക്കറിയോ? ഇത്രയും പ്രായമായിട്ട് നമുക്ക് കുട്ടികളില്ലാത്തതുകൊണ്ട് 10 രൂപയ്ക്ക് മെഴുതിരി മേടിച്ച് അന്തോണിച്ച് പുണ്യാളിന് കൊടുക്കാന്ന് ഞാൻ നേർച്ച നേർന്നു. അല്ലാണ്ട് കല്ലുടിക്കാനൊന്നല്ല ഇത്. എന്നാലും നേരത്തെ പറയണ്ടേ? വേഗം കൊണ്ടുപോയി തിരികെ കത്തിക്ക്. ഇതെല്ലാം പിണ്ടാക്കിന്, ഇത് കള്ളുകുടിക്കാൻ. കള്ളുടിക്കാനൊന്നും വേണ്ട, ഒരു ദിവസം കള്ളുടിക്കാൻ ചത്തുപോലില്ല. വേണം. എനിക്ക് വേണ്ട. എന്നെ നിർബന്ധിക്കണ്ട. എന്റെ പൊന്നല്ലേ. ഓ എന്തിനടി ഇത് വെറുതെ ഇങ്ങനെ കള്ളുടിച്ചിട്ട് കഴിക്കുന്നത്? ഇത് അന്തോണി സുണ്ണിയാണ്, അപ്പൊ പിന്നെ കള്ളുടിക്കാം. ഇത് കള്ളുടിക്കാൻ തന്നതാ, അപ്പൊ പിന്നെ അതും കുടിക്കാം. ഇത് നമ്മുടെ നീലാണ്ടന്റെയാണ്, അതൊക്കെ. പിന്നെ ഈ കള്ള് ഷാപ്പിൽ കൊടുക്കാനുള്ള കാശ് ഉള്ള അപ്പം തരുമോ? അതിനല്ലേ നമ്മൾ ചില പരിപാടികളൊക്കെ കണ്ടുവച്ചിരിക്കണേ. ഇങ്ങോട്ട് പാടാ മോനെ നീയേ. ഈ ചെരുപ്പിന്റെ അകത്ത് ഇങ്ങനൊരു ബുട്ടൻസ് ഉള്ളത് വലുത് ഈ പെണ്ണിനെ അറിയോ? എന്റെ കർത്താവേ, നീ ഇങ്ങനൊരു വഴി എനിക്ക് കാണിച്ചു തന്നില്ലെങ്കിൽ ഞാൻ തെണ്ടിപ്പോയാനെ. കൊച്ചമ്മ വക്കീൽ സാർ ഈ ഫ്ലൈറ്റിൽ ഇല്ലായിരുന്നു. താൻ വണ്ടി ഷെഡിൽ കൊണ്ടിട്ടേച്ച് പോയിക്കോളൂ. ശരി കൊച്ചമ്മ. കേട്ടോ നാരായണ, മഠത്തിലെ തിരുമേനിയുടെ സിന്ധി പശു എന്റെ നീലാണ്ടന്റെ ഇരട്ടിയുണ്ട്. എത്രയുണ്ട്? ഇരട്ടി. ഞാൻ ആ പശുവിനെ ചേർപ്പിക്കാൻ നീലാണ്ടനെയും കൊണ്ട് അവിടെ ചെന്നു. സിന്ധി എന്റെ നീലാണ്ടനെ ഒരൊറ്റ നോട്ടം നോക്കി ചീ പോട പുല്ലേ എന്ന മട്ടി മുഖത്ത് തുപ്പിയതുപോലെയായി എനിക്ക്. ഞാൻ ഒരൊറ്റ വിളി വിളിച്ചു, മോനെ നീലകണ്ഠ, എന്റെ മാനം രക്ഷിക്കൂ. ഇത് കേട്ട പാതി നീലാണ്ടൻ എടുത്തൊരു ഒറ്റ ചാട്ടം. സിന്ധി പശു ക്ലോസ്. ചത്തുപോയോ? ഏയ് ചത്തില്ല, 10ാം മാസത്തിൽ പെറ്റു. ഇപ്പൊ കുടം വെച്ചല്ലേ പാല് കറക്കണേ. എടോ ശങ്കരപ്പിള്ളേ. ശങ്കരപ്പിള്ള അല്ല, ലോനപ്പ. എടോ ലോനപ്പ ശങ്കരപ്പിള്ളേ. ആഹാ ബെട്ട പാടൂ. അങ്ങനെ പോയാ പറ്റില്ലല്ലോ. ഇരിക്കൂടെ, ഇരിക്കൂടെ. താൻ എന്നോടോ മാർക്കം കൂടിയത്? സ്വാമിയേ ശരണമയ്യപ്പ, അങ്ങനെയൊന്നും പറയല്ലേ. ആട്ടെ, താൻ എന്തിനാണോ തലയിൽ മുണ്ടിട്ട് ഈ ഷാപ്പിലേക്ക് വരണേ? ആരെങ്കിലും കണ്ടാലോ? നാണക്കേടാവോ? അതല്ലടോ മാപ്പിളെ, പിന്നെ കാണുന്നതിനൊക്കെ കള്ള് ഞാൻ മേടിച്ചു എന്റെ കാശുണ്ടോ? എന്നാ ഇന്നത്തെ കള്ള് എന്റെ വക. ഒരു ഉപ്പ് കൊണ്ടുവാ. ഇന്നലെ മുതൽ എന്റെ ലക്ഷ്മി അമറുക. അങ്ങനെ പറ. അതാ നീലാണ്ടന് കാലത്തെ മുതൽ എന്നോടൊരു മുറുമുറുപ്പ്. ഞാനൊരു കാര്യം ചെയ്യാം, നാളെ രാവിലെ നീലാണ്ടനെയും കൊണ്ട് അങ്ങോട്ട് വരാം. അവൻ ലക്ഷ്മിയായിട്ട് കുറച്ചേരം സംസാരിക്കട്ടെ. അയ്യോ, വീട്ടിലോട്ട് കൊണ്ടുവരണ്ട, ഞാൻ പശുവിനെ അങ്ങോട്ട് കൊണ്ടുവരാം. അതെന്താ? പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ച് വീട്ടിൽ നിൽക്കുകയല്ലേ എന്റെ മത്തായിച്ച. എടോ, പിള്ളേര് ഇതൊക്കെ കാണണം, പഠിക്കണം. തെറ്റും ശരിയും മനസ്സിലാക്കേണ്ട പ്രായത്തിൽ മനസ്സിലാക്കിയാൽ പിന്നെ ഒരിക്കലും വഴിതെറ്റി പോവില്ല. മനസ്സിലായോ? മതി രജനി, ഡിന്നറിന് മുമ്പ് ഇഷ്ടം പോലെ കഴിച്ചതല്ലേ? This is on for the bed. ഇത് കഴിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്നാൽ ഉറക്കം വരില്ല, പ്രത്യേകിച്ച് രജനിയെ കണ്ട ശേഷം. Really? എങ്കിൽ ഞാൻ ഉറക്കിത്തരാം. ഷുവർ? മോളെ, മണി 11 സാറിന് ഉറങ്ങണ്ടേ? ഞാൻ ഈ വേഷം ഒന്ന് മാറ്റിട്ട് വരാം. വരും മമ്മി. ഹലോ, സണ്ണിച്ചായനാണോ? നല്ല പണിയായി കാണിച്ചത്.
വരാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നതാണ്, പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ പതിവ്. കേസിന്റെ വാദം തീരാതെ പോരാൻ പറ്റുമോ ആലീസ്? അപ്പൊ നാളെയും വരില്ലേ? നോ, ഒരു 4-5 ദിവസത്തെ ജോലി കൂടി ഉണ്ട്. അതുകൂടി തീർത്തിട്ട് അടുത്ത ശനിയാഴ്ച വരാം. അടുത്ത ശനിയാഴ്ചയും പ്രോഗ്രാം മാറുവോ? ഏയ്, ഇറ്റ്സ് ഡെഫിനിറ്റ്. നിർത്തട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.